വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സി? ആദിലെ വാല്യൂ കിട്ടിയോ സിയുടെ? ആദിൽ സർ EM നോട്ട് പിന്നെ into minus xp naught plus x square by 2 xp naught. അല്ലടാ, അത് നീ ചെയ്തു പറ. ആ സംഭവം ചെയ്യാലോ നിനക്ക്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യണം. സി നീ ഇപ്പം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ അതിൽ മൈക്ക് ഓഫ് ചെയ്ത് ഇതിനകത്ത് നീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിനക്ക് എങ്ങനെ വരുന്നെന്ന് പറ. മൈനസ് EM നോട്ട് ഇൻറ്റു എക്സിന് വരെ XP നോട്ട് അല്ലേ? മൈനസ് XP നോട്ട് പ്ലസ് മൈനസ് XP നോട്ട് സ്ക്വയർ എന്നാ വരുന്നത്. അതെന്താവും? XP നോട്ട് സ്ക്വയർ തന്നെ ആവും അല്ലേ? അപ്പം ഒരു XP നോട്ടും ഈ താഴത്തെ XP നോട്ടും ക്യാൻസൽ ആയി പോവില്ലേ? അപ്പൊ എന്താവും എക്സ്പ്രഷൻ? പ്ലസ് എന്നാ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതണോ? എഴുതാവുന്ന ഇതൊക്കെ മാത്സിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. എന്നെ കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ എഴുതിപ്പിക്കരുത്. മൈനസ് XP നോട്ട് സ്ക്വയർ ബൈ 2 XP നോട്ട്. ഇനിയും is equal to എങ്ങനെ? is equal to 0 ആണ്. നമ്മൾ VPX 0 ആണെന്ന് പറഞ്ഞു. മൈനസ് XP നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇറ്റ്സ് വാല്യൂ ഇസ് 0 പ്ലസ് C. 0 is equal to minus EM naught into minus XP naught plus XP naught square by 2 XP naught plus C. ഈ XP naught ഒരു സ്ക്വയർ ക്യാൻസൽ ആവും. സോ C will be ഇതെന്താവും? ഈ ടേം മൈനസ് XP naught plus XP naught by 2 എന്താവും? മൈനസ് XP naught പ്ലസ് XP naught by 2. എടാ മൈനസ് 1 പ്ലസ് ഹാഫ് എത്ര? മൈനസ് 1 പ്ലസ് ഹാഫ് എത്ര നീ പറഞ്ഞ ആദ്യം? അത് കഴിഞ്ഞിട്ട് ബാക്കി പഠിച്ചാൽ മതി. ആണോ? ഇവിടെ XP നോട്ട് ഉണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പൊ എന്താവും? മൈനസ് XP നോട്ട്. അത് പറ. ഇൻറ്റു മൈനസ് XP നോട്ട് ബൈ 2 പ്ലസ് C. അപ്പം C എന്ന് പറയുന്നത് എന്താവും? ഈ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും. സോ C വിൽ ബി മൈനസ്, ഇനി അതും എഴുതണോ? മൈനസ് EM നോട്ട് XP നോട്ട് ബൈ 2. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട കാര്യമില്ല. എടാ ഈ മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ, അത് പ്ലസ് ആവില്ലേ? അപ്പം C എന്ന് കണ്ടുപിടിക്കുമ്പോൾ ഇത് ഇപ്പുറത്തേക്ക് പോകണ്ടേ? അപ്പൊ മൈനസ് ആവില്ലടാ. ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും. ആക്ച്വലി പ്ലസ് ആണ്, ബട്ട് C എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ഇറ്റ് വിൽ ബി മൈനസ് EM നോട്ട് XP നോട്ട് ബൈ 2. So C will be minus EM naught XP naught by 2. നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ VP of X എന്ന് പറയുന്ന ആ ടേമിൽ ഈ C വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VP of X എന്ന് പറയുന്നത് ഇക്വേഷൻ 1 യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് C. നമ്മൾ ഈ C വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്. ഏതാണ്? X എന്ന് പറയുന്നതിൽ മൈനസ് XP നോട്ട് വരുമ്പോൾ VP നോട്ട് അല്ലെങ്കിൽ VP എന്ന് പറയുന്നത് 0 ആണ്. ആ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് in order to just find the value of C. Once the value of C is known, you can substitute that C value in equation 1. Please do that. C value substitute ചെയ്യുമ്പോൾ it will be VP of X is equal to minus EM naught into X plus X squared by 2 XP naught plus C value is minus, alle? C value is actually minus EM naught XP naught by 2. XP naught by 2. So what can you do here? In these two terms, what is common? EM naught, minus EM naught is common. So you can write it as minus EM naught. In brackets, you will write X plus X squared by 2 XP naught plus, കാരണം എന്താ നമ്മൾ മൈനസ് EM naught ആണ് കോമൺ എടുത്തിരിക്കുന്നത്, പ്ലസ് XP naught by 2. ഇത്രേ ഉള്ളൂ. So this will be the value of potential on left side, that is on the P side. Okay. ക്ലിയർ ആണോ ഈ പറഞ്ഞത് അനുശ്രീ? ക്ലിയർ. ഓക്കെ. P side ആയിട്ടുള്ളൂ. We will also deal with N side.
എൻ സൈഡ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ, തുടങ്ങിക്കോ, ചെയ്യാൻ തുടങ്ങിക്കോ. എൻ സൈഡിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളൂ, സി വാല്യൂ നിങ്ങൾ ഫൈൻഡ് ചെയ്യുന്നത് നമ്മൾ ഇപ്പം ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ നമ്മൾ എങ്ങനെയായിരുന്നു? ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ മൈനസ് എക്സ് പി നോട്ടിലും പ്ലസ് എക്സ് എൻ നോട്ടിലും വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വാസ് 0. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഫിഗർ എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് ലൈക്ക് ദിസ്. ഇങ്ങനെയായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഫിഗർ എന്ന് വെച്ചാൽ എക്സ് പി നോട്ടിലും മൈനസ് എക്സ് പി നോട്ടിലും എക്സ് എൻ നോട്ടിലും ദ വാല്യൂ വാസ് 0, വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വാസ് 0. അങ്ങനെയാണ് നമ്മളവിടെ സി ഫൈൻഡ് ചെയ്തത്. ബട്ട് ഈ കേസിൽ ഈ പോയിന്റിൽ മാത്രമേ ഉള്ളൂ 0. എന്ത്? പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഈസ് 0 ഓൺലി അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 0 അല്ല. സോ നിങ്ങൾക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റില്ല ഇൻ ഓർഡർ ടു ഫൈൻഡ് സി വാല്യൂ. അപ്പൊ എൻ സൈഡിലെ സി വാല്യൂ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ദർ ഇസ് സം ചേഞ്ച് ദാറ്റ് ഐ വിൽ ടെൽ. ഫസ്റ്റ് യു ഡിറൈവ് ദാറ്റ് എക്സ്പ്രഷൻ. സി വാല്യൂ വരെ എഴുതുക, പ്ലസ് സി എന്ന് വരെയുള്ള എക്സ്പ്രഷൻ വരെ എഴുതുക. I just need the value of Vn of x on n side. Same procedure, minus integral of e of x dx. Minus integral of e of x dx. You need to substitute e of x on n side. N side le e of x value in terms of em naught. Em naught ulla expression you need to substitute here and just do the rest of the calculations. C value find here and I will tell that how to do that. ചെയ്തു കഴിഞ്ഞോ? ഓക്കെ, ദിസ് ടൈം ആരാ പറയാ? അനുശ്രീ തന്നെ പറഞ്ഞു 1 by 1. Pn of x minus of integral em naught into em naught 1 minus into 1 minus x x by x n naught dx. Correct. Then minus em naught പുറത്ത് വരും, minus em naught into integral വരും x minus x square by x minus x squared by 2x n naught plus c. ഇവിടം വരെയാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി യു നീഡ് ദ വാല്യൂ ഓഫ് സി. ഇൻ ദിസ് കേസ് യു കനോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് മൈനസ് എക്സ് എൻ നോട്ട്. മൈനസ് എക്സ് നോട്ട് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ നോട്ട് ഗെറ്റ് ദ ആൻസർ. കാരണം എന്താ? മൈനസ് എക്സ് നോട്ടിൽ യു കനോട്ട് ഇക്വേറ്റ് ദാറ്റ് ടു 0 അല്ലേ? ഇവിടെ മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ വാല്യൂ 0 അല്ല, ഇറ്റ്സ് നോട്ട് 0. ഇവിടെ അത് 0 ആയിരുന്നു. മൈനസ് എക്സ് പി നോട്ട് കൊടുക്കുന്ന സമയത്ത് ഇറ്റ്സ് വാല്യൂ വാസ് 0. സോ ഹിയർ യു കാൺ ഡു ദാറ്റ്. ഹിയർ യു നീഡ് ടു അസ്യൂം അനദർ തിങ്, ദാറ്റ് ഈസ് ദിസ് ഈസ് ആക്ച്വലി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, റൈറ്റ്? ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി കണ്ടിന്യൂസ് ഫംഗ്ഷൻ. So you can say one thing, at this point, that is x is equal to 0 എന്ന് പറയുന്ന പോയിന്റിൽ this is actually x. ഈ വേരിയേഷൻ എന്ന് പറയുന്ന x ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റൻസ് ആണ് ഈ മെൻഷൻ ചെയ്യുന്നത്. So at x is equal to 0, vp of x is equal to vn of x. We can tell that at the interface the value vp of x is equal to vn of x. എന്തുകൊണ്ടാ? This is actually a continuous function. The potential distribution being a continuous function, at x is equal to 0, we can say that vp of x is equal to Vn of x. That is the condition that we are going to take here. So you can write that since the potential distribution is a continuous function, at x is equal to 0, is a continuous function at x is equal to 0. Vn is equal to Vp at x is equal to 0. Vn is equal to Vp at x is equal to 0.
Okay. So this expression, ഈ എക്സ്പ്രഷനിൽ എക്സിന് 0, ഈ രണ്ട് എക്സ്പ്രഷനിലും എക്സിന് 0 കൊടുത്ത് ഐ എം ഗോയിങ് ടു ഡു ദാറ്റ്. ഓക്കെ, അറ്റ് എക്സ് ഇസിക്കൽ ടു 0 ആണ്. ക്ലിയർ? എക്സ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, അത് കഴിഞ്ഞിട്ട് എഴുതാം. ഓക്കെ, വി എൻ ഇസ് ഈക്വൽ ടു വി പി എന്നാണ് പറയുന്നത്. സോ വി എൻ ഐ എം റൈറ്റിംഗ് മൈനസ് ഇ എം നോട്ട് ഇൻറ്റു എക്സിന് എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 0 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ ഇറ്റ് വിൽ ബി 0 minus 0, that term will not be there. 0 അല്ലേ? ഈ ടേം രണ്ടും 0 ആവുമല്ലോ. സോ ദാറ്റ് ടേം വിൽ നോട്ട് ബി there. പ്ലസ് സി ഇസ് ഈക്വൽ ടു വി പി എന്നാണ് പറയുന്നത്. ബട്ട് വി പിയിലും നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് 0 തന്നെ കൊടുക്കണം. ദിസ് ഈസ് യുവർ വി പി. സോ ഹിയർ യു നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് വാട്ട്? 0 ഫോർ എക്സ്. സോ ദിസ് ടേം വിൽ നോട്ട് ബി there. This term also will not be there. What will be left? Xp naught by 2. അപ്പൊ എങ്ങനെയാവും? C is equal to, so this time I am rubbing this off. Okay, this 0 I want, I am just rubbing this off. If you want, you can write, you can rub that off. So C is equal to, ഇവിടെ 0, x ന് 0 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മൈനസ് ഇ എം നോട്ട്, what is left? xp naught by 2. ക്ലിയർ ആണോ? നമ്മൾ വി എൻ ഓഫ് എക്സും വി പി ഓഫ് എക്സും ഇക്വേറ്റ് ചെയ്യും ബൈ മേക്കിംഗ് എക്സ് വാല്യൂ ആസ് 0. എന്തുകൊണ്ടാണ്? ഈ വി എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വി പി ഓഫ് എക്സ് എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് പോയിന്റിലാണ്? 0, എക്സിന് 0 ആവുന്ന പോയിന്റിലാണ്. ഓക്കെ, സോ ആഫ്റ്റർ ഡൂയിങ് ദാറ്റ് യു വിൽ ഗെറ്റ് സി വാല്യൂ ആസ് മൈനസ് ഇ എം നോട്ട് എക്സ് പി നോട്ട് ബൈ 2. നൗ യു ക്യാൻ യൂസ് ദിസ് സി വാല്യൂ ഹിയർ. ക്ലിയർ ആണോ? യു ക്യാൻ യൂസ് ദിസ് സി വാല്യൂ here in this expression. You can mention that is expression as equation 2. Substitute this c value in equation 2, you will get the final derivation. Vn of x will be, Anusri parnu, Vn of x will be minus em naught into x minus x squared by 2xn naught plus c ക്ക് പകരം minus e m naught xp naught by 2. So if you are taking minus em naught as common, em naught into x minus x squared by 2xn naught plus xp naught by 2. അത് ജസ്റ്റ് ആ ഏത് വാല്യൂലാണ് നമ്മൾ മാർക്ക് ചെയ്തോണേ. നമ്മൾ ഇതെന്ന് പറയുന്നത് പി സൈഡ് ആണ്. സോ പി സൈഡ് യു വിൽ റൈറ്റ് ഇറ്റ് ആസ് മൈനസ് എക്സ് പി നോട്ട് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. എൻ സൈഡിൽ യു വിൽ റൈറ്റ് ഇറ്റ് ആസ് എക്സ് എൻ നോട്ട് 0. ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എക്സ് എൻ നോട്ട്. ഈ റീജിയനിലാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, വി എൻ ഓഫ് എക്സ്, ആൻഡ് വി പി ഓഫ് എക്സ് വിൽ ബി സാറ്റിസ്ഫൈങ് this range. Completed. Complete ചെയ്തോ? Okay. On next line, right? The zero level for potential is set at, the zero level for potential is set at zero level for potential is set at x is equal to, zero level of potential എവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്? x എന്ന് പറയുന്നത് മൈനസ് എക്സ് പി നോട്ട് ആകുമ്പോൾ zero level for potential is set at x is equal to minus xp naught
x is equal to minus xp naught. Therefore, the potential drop in the depletion layer, is obtained by substituting x as അല്ലെങ്കിൽ obtained by setting x is equal to അങ്ങനെ എഴുതിയാൽ മതി. obtained by setting x is equal to പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കിട്ടണ നമ്മൾ എന്ത് ചെയ്യണം? 0 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ നമ്മൾ x is equal to minus xp naught ആണ്. ഡിപ്ലീഷൻ ലെയറിന്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അറിയണമെങ്കിൽ നമ്മൾ എക്സിന് ഏത് വാല്യൂ കൊടുക്കണം? അശ്ന, എനിക്ക് ഡിപ്ലീഷൻ ലെയറിന്റെ പൊട്ടൻഷ്യൽ അറിയണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സിന് ഏത് വാല്യൂ കൊടുക്കണം? എക്സിന് മൈനസ് എക്സ്പി നോട്ട് കൊടുക്കുമ്പോൾ പൊട്ടൻഷ്യൽ 0 ആണ്. എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ എനിക്ക് ഡിപ്ലീഷൻ ലെയറിലെ പൊട്ടൻഷ്യൽ അറിയാൻ പറ്റും? അശ്ന പ്രസന്റ് അല്ലേ? അശ്ന, ഹലോ, ഒന്നും കൂടി പറയാം. നമ്മളിവിടെ പൊട്ടൻഷ്യൽ 0 ആക്കുന്നത് ഏത് പോയിന്റിലാണ്? എക്സ് എന്ന് പറയുന്നത് 0 ആകുന്ന കേസിലാണ് അല്ലെ? ഈ പോയിന്റ് അല്ലേ 0? ഇതാണ് ആക്ച്വലി 0 എന്ന് പറയുന്ന പോയിന്റ്. മുകളിലോട്ട് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ വി ഓഫ് എക്സ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് യുവർ വി ഓഫ് എക്സ്, ദിസ് വിൽ ബി 0. ഈ ലൈനാണ് 0. നമ്മൾ ഈ ലൈൻ എന്ന് പറയുന്നത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദിസ് ഇസ് ആക്ച്വലി ദ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആകുന്നത് ഏത് പോയിന്റിലാണ്? എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ്പി നോട്ട് ആകുന്ന പോയിന്റിലാണ് നമ്മൾ പൊട്ടൻഷ്യൽ 0 ആക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡിപ്ലീഷൻ ലെയറിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എനിക്ക് അറിയണം. ഡിപ്ലീഷൻ റീജിയന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എനിക്ക് അറിയണമെങ്കിൽ ഞാൻ എക്സിന് ഏത് വാല്യൂ കൊടുക്കണം? എക്സിന് മൈനസ് എക്സ്പി നോട്ട് കൊടുത്താൽ എനിക്ക് കിട്ടുന്നത് 0 പൊട്ടൻഷ്യൽ ആയിരിക്കും, പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ എനിക്ക് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറിയാൻ പറ്റും? എക്സ് എൻ നോട്ട്. എക്സ് എന്ന് പറയുന്നത് എക്സ് എൻ നോട്ട്. ഈ പോയിന്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? യു വിൽ ഗെറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ശരിയല്ലേ? നമ്മൾ അങ്ങനല്ലേ നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രത്തിൽ വരച്ചത്? ഇതായിരുന്നു നമ്മൾ എന്തായിട്ട് മാർക്ക് ചെയ്തത്? ക്യൂ വി നോട്ട് ആയിട്ട് മാർക്ക് ചെയ്തത് അല്ലേ? ദിസ് വാസ് ആക്ച്വലി യുവർ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ഓർ ഡിപ്ലീഷൻ ലെയറിന്റെ പൊട്ടൻഷ്യൽ. ക്യൂ വി നോട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? എക്സിന് എക്സ് എൻ നോട്ട്. എക്സ് എൻ നോട്ട് കഴിഞ്ഞിട്ടുള്ളതെല്ലാം കോൺസ്റ്റന്റ് ആണ്. അതാണ് ഏറ്റവും കൂടിയ പൊട്ടൻഷ്യൽ. സോ യു നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ആസ് എക്സ് എൻ നോട്ട് ഇൻ ഓർഡർ ടു ഗെറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഡിപ്ലീഷൻ ലെയറിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ യു നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ആസ് എക്സ് എൻ നോട്ട്. വേറെ ഏത് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നിങ്ങൾക്ക് കിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഈ സെയിം പൊട്ടൻഷ്യൽ തന്നെ പോകുന്നത്. സോ ഏറ്റവും കൂടിയ ചേഞ്ച് എവിടെ സംഭവിക്കുന്നത്? ഇവിടെ. ഇത് കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റന്റ് ആണ്. സോ യു നീഡ് ടു മാർക്ക് ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് എക്സ് എൻ നോട്ട്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് എൻ നോട്ട് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എൻ നോട്ട് ആകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? യു വിൽ ഗെറ്റ് ദ പൊട്ടൻഷ്യൽ ഓഫ് depletion layer. So you can write the potential drop in the depletion layer is obtained by setting x is equal to xn naught in vn of x. In vn of x. കാരണം vn of x ആണ് ആ സൈഡിലെ പൊട്ടൻഷ്യൽ പറയുന്നത്. By setting x is equal to xn naught in vn of x. So what was our vn of x? vn of x ന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? അശ്ന, vn of x was minus em naught Minus പറഞ്ഞോ. into x minus x square by 2xn naught 2xn naught plus xp naught by 2 plus xp naught by 2. ഓക്കെ. സോ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഈ എക്സ്പ്രഷനിൽ വി എൻ എക്സിൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എൻ നോട്ട് ആക്കണം. സോ എന്താവും അത്? വി എൻ ഓഫ് എക്സ് വിൽ ബി മൈനസ് ഇ എം നോട്ട് ഇൻറ്റു എക്സ് എൻ നോട്ട് minus xn naught square by 2xn naught plus xp naught by 2. This again will be minus em naught into, this will be cancelled. So it will be xn naught minus xn naught by 2 plus xp naught by 2. And this again will be Vn of x will be minus em naught. പറഞ്ഞ അകത്ത് എന്താ വരിക? em naught into പറഞ്ഞു മൈനസ് em naught into റോഷ്നി. xn naught minus xn naught by 2 എന്താ? xn naught plus xp naught by Yes, 2. xn naught plus xp naught by
2. ക്ലിയർ അല്ലേ? എക്സ് എൻ നോട്ട് മൈനസ് എക്സ് എൻ നോട്ട് ബൈ 2 എന്ന് പറയുന്നത് എക്സ് എൻ നോട്ട് ബൈ 2 ആണ്. ഞാൻ ആ 2 കോമൺ എടുത്തു. കോമൺ ആക്കി എക്സ് എൻ നോട്ട് പ്ലസ് എക്സ് പി നോട്ട് ബൈ 2 ഇൻറ്റു മൈനസ് ഇ എം നോട്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ കിട്ടും. എന്താ അത്? എക്സ് എൻ നോട്ട് പ്ലസ് എക്സ് പി നോട്ട്. അതെന്താ? എക്സ് എൻ നോട്ട് പ്ലസ് എക്സ് പി നോട്ട് എന്താ? അനുശ്രീ, വാട്ട് ഈസ് എക്സ് എൻ നോട്ട് പ്ലസ് എക്സ് പി നോട്ട്? W Yes, W naught. This is actually your W naught or width of the depletion there. So you can substitute that here. So it will be minus EM naught W naught by 2 Vn. Or Vn alla, ആ കേസിൽ അതെന്താവും? Sorry, that was a mistake. Vn of x alla, that will be എന്തായിരിക്കും ആ വാല്യൂ? എന്തായിരിക്കും? Vn x n നോട്ട് ആണ്. നമ്മൾ എക്സിനെ എക്സ് എൻ നോട്ട് ആക്കിയിരുന്നു. അത് വി എൻ എക്സ് എൻ നോട്ട് എന്നാണ്. എക്സ് എൻ നോട്ട് വി എൻ എക്സ് എൻ നോട്ട് ഇസിക്കൽ ടു മൈനസ് ഇ എം നോട്ട് ഡബ്ല്യു നോട്ട് ബൈ 2. കാരണം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ എക്സിന് വരും എക്സ് എൻ നോട്ട് ആക്കിയാൽ അത് ഇവിടെ മാറ്റണം. ഓക്കെ, എക്സ് എൻ നോട്ട്. യെസ് യെസ്. ടെൽ മീ വാട്ട് ഈസ് ആക്ച്വലി ദിസ് വി എൻ എക്സ് എൻ നോട്ട് എന്ന് പറയുന്നത് എന്തായി? ആ ഡിപ്ലീഷൻ ലെയറിന്റെ പൊട്ടൻഷ്യലായി. നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തത്? ആസ് ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ. സോ വി എൻ എക്സ് എൻ നോട്ട് is actually equal to V naught. Okay, so now you have another expression for V naught also. V naught you are having another expression that is built-in potential minus EM naught W naught by 2 nu ezhudha. So that is the whole summary. Clear ആണോ ഇത്? ഈ ഡെറിവേഷൻ ക്ലിയർ ആണോ? ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ആണ് നോക്കിയത്. അവിടെ നമ്മൾ പോസോൺ ഇക്വേഷനെ മാത്രം ബേസ് ചെയ്താണ് അത് ഫുള്ള് ചെയ്തത്. പോസോൺ ഇക്വേഷൻ ദാറ്റ് ഈസ് E of x, dE of x by dx is equal to rho by epsilon, which was relating gradient of electric field to charge density. Okay, that was the base of derivation of electric field. And here in this case, നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ കൂട്ട് തന്നെ, ഐ മീൻ അത് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് പൊട്ടൻഷ്യലിലും ചെയ്യുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ബേസ്ഡ് ഓൺ ദ ബേസിക് എക്സ്പ്രഷൻ ദാറ്റ് V is equal to minus integral of E of x. Okay, that was the base of this derivation. ഇത് രണ്ടും ക്ലിയർ ആണോ എല്ലാവർക്കും? ഐ ജസ്റ്റ് നീഡ് ആൻ ആൻസർ. ക്ലിയർ ആണോ? ഈ രണ്ട് ഡെറിവേഷൻസും ക്ലിയർ ആണോ എല്ലാവർക്കും? പ്ലീസ് റെസ്പോണ്ട്. ഓക്കെ, ഫൈൻ. ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ. വി വിൽ ഡു ദിസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ബട്ട് യു ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരു ജസ്റ്റ് ലീവ് വൺ പേജ്. ഓക്കെ, ഒരു പേജ് ലീവ് ചെയ്തിട്ട് റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ലീവ് വൺ പേജ് ആൻഡ് റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ. The question is, an abrupt silicon p-n junction, an abrupt silicon p-n junction has Na equals, an abrupt silicon p-n junction has Na equals 10 raised to 17 per centimeter cube. Na equals 10 raised to 17 per centimeter cube. On the p side, and Nd equals 10 raised to 15 per centimeter cube. Nd equals 10 raised to 15 per centimeter cube. On the n side, next sentence, the area of cross section of the diode is, the area of cross section of the diode is, area of cross section of the diode is 10 raised to minus 4 centimeter square. 10 raised to minus 4 centimeter square. The relative permittivity of silicon is, the relative permittivity of silicon is 11.8. Determine the following.
at 300 Kelvin. Determine the following at 300 Kelvin. A, the built-in voltage. The built-in voltage. B, the depletion layer width. C, the maximum electric field. A എന്ന് പറയുന്നത് built-in voltage, B is the depletion layer width, and C is the maximum electric field. We will do this in the next class, and also a small derivation is left that we will do in the next class. Thank you.